ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം സ്മരിക്കുന്നതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനമായ എല്ലാ സഹായങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും നന്മകളും നിറഞ്ഞ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയെ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും ആമേൻ. നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. Amen.
ആശ്രയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. അവൻ അവിടെ വിട്ട് യൂദായിലേക്കും ജോർദാൻ മലകരയിലേക്കും പോയി. വീണ്ടും ജനങ്ങൾ അവന്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു. ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, വിവാഹത്തിന്റെ ആലോചന തുടങ്ങിയപ്പോഴേ അറിഞ്ഞിടണമെന്ന് പറഞ്ഞ അച്ഛൻ കല്യാണത്തിന് അച്ഛനുണ്ടാകണം, ഏറ്റവും നന്നായിട്ട് എല്ലാം സഹകരിക്കണമെന്ന് ഞാൻ അന്ന് മുതൽ മനസ്സിൽ കരുതിയിരിക്കുകയായിരുന്നു. എന്തായിരിക്കും സൗജന്യം ഇവിടെ എനിക്കൊരു ആശംസ കൊടുക്കുന്നത് എന്ന്. രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ അല്പമായും പ്രാർത്ഥനയും മുറിയിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. രാവിലെ എൻ്റെ സുഹൃത്തിനോട് ഞാനിത് പങ്കുവച്ചപ്പോഴേ എനിക്കൊരു ചെറിയ മെസ്സേജ് വാട്സപ്പിൽ അയച്ചു തന്നു. മെസ്സേജ് ഞാൻ വായിക്കും. വിവാഹത്തിന് മുമ്പും പിമ്പും എന്നാണ് ഇതിൽ എഴുതിയത്. വധുവും വരനും തമ്മിലുള്ള ഈ ഒരു ശുഭ നിമിഷത്തിന് വേണ്ടി ഉടനെ അവൾ പിന്നീട് ചോദ്യങ്ങളാണ്. അവൾ ഭാര്യ പ്രിയതമ ചോദിക്കുകയാണ്, നിങ്ങളെന്നെ ഉപേക്ഷിക്കുമോ? വരൻ ചാടിയിട്ടുണ്ടോ? ഇല്ല മോളെ, ഒരിക്കലും. പിന്നെ നിങ്ങളെന്നെ എപ്പോഴും സ്നേഹിക്കുമോ? തീർച്ചയായും ഞാൻ എപ്പോഴും. നിങ്ങളെ വഞ്ചിക്കുമോ? അത് നിങ്ങൾ ഭരിക്കുന്നതാണ് നല്ലത്. നിങ്ങളെന്നെ ചുംബിക്കുമോ? സന്തോഷത്തോടെ ഞാൻ ചെയ്യും. നിങ്ങളെന്നെ പ്രചരിപ്പിക്കുമോ? ഒരിക്കലുമില്ല, ഞാൻ അത്രക്കാരനല്ല. എനിക്ക് നിങ്ങൾ വിശ്വസിക്കാവോ? ഉടനെ അവളെ എല്ലാം കഴിഞ്ഞ സന്തോഷത്തോടെ പോയി ഡാർലിംഗ്. ഇതിന്റെ തമാശ നേരെ തിരിച്ചാണ്. ഇതിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: വിവാഹത്തിന് ശേഷം ഇത് തിരിച്ചു വായിക്കുക എന്ന് പറയും. അടിയിൽ നിന്ന് മുകളിലേക്ക് വായിക്കുകയും തുടക്കം ഇങ്ങനെയാണ്: ഓ മൈ ഡാർലിംഗ് എന്ന് ഭാര്യ ഭർത്താവിനെ വിളിക്കുമ്പോൾ ഇവരൊന്ന് ഇരുത്തി മൂടുക. നിങ്ങളെ വിശ്വസിക്കാവോ? ഒരിക്കലുമില്ല, അതുകൊണ്ട് വേണ്ടതാണ്. വീണ്ടും അടുത്ത ചോദ്യമാണ്: നിങ്ങളെന്നെ വേദനിപ്പിക്കുമോ? അല്ലാതെ സന്തോഷത്തോടെ ചെയ്യും. ചോദ്യം തിരിച്ച് ആൻസർ അതിന് തൊട്ട് മുമ്പിലത്തെ ചോദ്യത്തിന്. ചിലപ്പോഴൊക്കെ വിവാഹങ്ങൾ ഇങ്ങനെ കല്യാണത്തിന് മുമ്പ് എല്ലാം ഓ മൈ ഡാർലിംഗ്, എന്റെ ചക്കരെ തേരെ പാലെ, എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുള്ള എന്നും ഈ അമ്മച്ചി പറയുമ്പോൾ അത് ജീവിത പങ്കാളിയുടെ ഭർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴമ വെളിപ്പെടുത്തുക. ഇത് നവയുഗത്തിലെ തമാശയാണ്. ആദ്യകാലങ്ങളിൽ ഒരുമിച്ച് ജീവിക്കുന്ന വിവാഹത്തിലൂടെ ബന്ധിതരാകുന്ന യുവാവ് യുവതി അവർ തീരുമാനമെടുക്കുക, ഇന്ന് ഈ നിമിഷം മുതൽ മരണം വരെ ഒപ്പം നിന്നുകൊള്ളാം എന്ന്. ഇന്നിന്റെ തലമുറ പറയും, നിനക്ക് രോഗമാണോ? ഞാൻ അങ്ങോട്ട് തിരിച്ചു നോക്കി ജീവനാണ്. ഒത്തിരി ഓരോ നിമിഷവും സ്നേഹത്താൽ അഭിവൃദ്ധിപ്പെടട്ടെ എന്ന ഞങ്ങളുടെ ആദ്യത്തെ പ്രാർത്ഥന. ഈ സ്നേഹത്തിന്റെ ആഴം, സ്നേഹത്തിന്റെ ബന്ധം നിങ്ങളുടെ ഹൃദയത്തിൽ ആസൂക്ഷിക്കാൻ സാധിച്ചാൽ അത് അനുഗ്രഹത്തിന്റെ ഉറവിടമായ ഒരു തിരു കുടുംബമായിട്ട് രൂപാന്തരപ്പെടുകയും അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ആശംസകളും. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് തിരു കുടുംബം നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ചിന്ത ഇതാണ്: പരിശുദ്ധ അമ്മ എപ്പോഴും സന്തോഷവും വേദനയും എല്ലാം പങ്കുവെച്ച് ഒരുമിച്ച് നടന്നു നീങ്ങുമ്പോൾ, ജീവിത പങ്കാളിയുടെ തണലിൽ ആയിരിക്കുമ്പോൾ ഒന്നാമതായി പാടില്ല. അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ സ്നേഹത്തെ തകർക്കുന്ന ഒന്നും വരാൻ പാടില്ല. പരിശുദ്ധ അമ്മ ഏറ്റത് പ്രിയൊരു കൃപ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന ചിന്തയും
വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നീ ഇരിക്കുന്നത്, നീ എഴുന്നേൽക്കുന്നത്, നീ നടക്കുന്നത്, നീ കിടക്കുന്നത്, നീ ആഹാരം കഴിക്കുന്നത്, എന്തിന്? നീന്റെ മനസ്സിൽ ഒരു ചിന്ത ഉദിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാഴ്ചവെക്കുമ്പോൾ ദൈവം അറിയാതെ ദൈവത്തെ മറച്ചു വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. വെക്കുന്നവരായി മാറും. അതിനുള്ള കൃപ എന്ന് പറയുന്നത് ദൈവത്തോടുകൂടിയുള്ള നിരന്തര സഹവാസത്തിലൂടെയും നമുക്ക് ലഭിക്കുക. ഇപ്പോൾ ഈ ഫാനിലൂടെ കറങ്ങുന്നുണ്ട്. അത് വൈദ്യുതിയുമായിട്ട് അതിന് ബന്ധമുള്ളത് കൊണ്ട് ആ ഫാൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും വിദേശത്തുള്ള ഒരു ഭാര്യ ഭർത്താവും. ഭാര്യ വിദേശത്താണ്, ഭർത്താവ് നാട്ടിലുണ്ട്. ചോദിച്ചു, മക്കളെ എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കും? ഞങ്ങൾ ഇന്ന് സ്കൈപ്പിൽ കാണും, സംസാരിക്കും. അതിന്റെ കൂടെ ആ യുവാവ് പിടിച്ചതൊരു കാര്യം, അച്ഛാ 1/2 മണിക്കൂർ ഞങ്ങളുടെ സംസാരത്തിൽ പ്രാർത്ഥനയാണ് എന്ന്. ജപമാലയുടെ രഹസ്യങ്ങൾ മാറി മാറി ചൊല്ലും, ബൈബിൾ വായിക്കും, വായിച്ചു കേൾക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ എല്ലാ സങ്കടങ്ങളെയും തരണം ചെയ്ത് മനോഹരമായ സൃഷ്ടികർമ്മം നടത്തുവാൻ ഈ സൃഷ്ടിയാണ് ദൈവം ആഗ്രഹിക്കുക. പുതിയ തലമുറയ്ക്ക് രൂപം കൊടുക്കുക, ഈ തലമുറയെ വിശുദ്ധിയിലും വിശ്വാസത്തിൽ വളർത്തുക. അങ്ങനെ സ്നേഹത്തിന്റെ അരൂപി എന്നെന്നും കുടുംബത്തിൽ അന്യോന്യം നിലനിർത്തുക. ഞാൻ നിർത്തുകയാണ്. ഇവിടെ സഹചാത്രീന നിങ്ങൾ ആരംഭിക്കുന്ന ജീവിതം ഇന്നുവരെ കരുതി വെച്ചിരുന്ന സ്നേഹത്തിന്റെ പൂർണ്ണത ഓരോ നിമിഷവും വർദ്ധിച്ചു വരണം. നാളെ തിരിഞ്ഞു നിന്ന് നിന്നെ അറിയില്ല, സ്നേഹിക്കില്ല എന്ന് പറയാനല്ല, മറിച്ച് അവസാന ശ്വാസം വരെ എൻ്റെ ജീവനായി എന്നോട് കൂടെ നീ ഉണ്ടാകണം. പരിശുദ്ധ മാതാവിൻ്റെ ഹൃദയമായ മനസ്സുള്ള ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ബാധിതരാകുമ്പോൾ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും, ഇവിടെ ജോസഫിന്റെ പേരിലും, എല്ലാവരുടെ പേരിലും എല്ലാ പ്രാർത്ഥന ആശംസകളും നേരുന്നു. അങ്ങയുടെ അനന്തപരിപാലനയെ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാസ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി എന്നിൽ ചെറിയണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സൂസനെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? സൂസൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അഗസ്റ്റിനെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണത്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവനം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുമിശിഹായെ വിവാഹത്തിൽ എത്തിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ എത്തിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെ അടയാളമായി പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപ
കൃപാവരത്തിന്റെ അനുസരണവസ്ത്രത്താൽ മനുഷ്യാത്മാവെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുറിച്ച് ആശ്വാസം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
കൽപ്പനയായി നൽകിയവൻ അവൻ പരിപാലകൻ, അവൻ കരുണാമയൻ, അവൻ മനോഹരൻ നിറയുന്നവൻ, അവൻ മനതാരിൽ നിറയുന്നവൻ. പകരായി നീ, പരിപോടി നീ, എഴുന്നള്ളി വന്നിടണേ. തിരുവാസവും